ഹലോ ഓൾ, എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. നമ്മൾ പാർട്ട് 1-ൽ ലൈഫ് വിത്ത് ഗ്രാൻഡ് ഫാദർ എന്ന പ്രോസിന്റെ ആദ്യത്തെ സെക്ഷനാണ് പഠിച്ചത്. അത് നിങ്ങൾ എല്ലാവരും കണ്ടു കാണുമെന്ന് വിചാരിക്കുന്നു. കാണാത്തവർ അത് കാണുക ആദ്യം, അതിനുശേഷം ഈ പാർട്ട് കാണുക. ഈ പാർട്ടിൽ നമ്മൾ മേക്കിംഗ് എ ഷവർ എന്ന ഭാഗമാണ് പഠിക്കാൻ പോകുന്നത്. ഷവർ എന്ന് പറഞ്ഞാൽ ചാറ്റൽ മഴ എന്നാണ് അർത്ഥം. എങ്ങനെയാണ് ഒരു ചാറ്റൽ മഴ ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. നമുക്ക് ആദ്യത്തെ പാരഗ്രാഫ് വായിക്കാം. Making a shower. It was an evening after a heavy rain. Grandfather was picking flowers from the jasmine bush under the sandalwood tree. The leaves of the tree were full of raindrops. I knew I could make rain if I shook the tree, and grandfather and I would get a good shower. I liked bathing in the rain, but he might not like it. But it would be great fun. ഇനി മലയാളത്തിലുള്ള വിശദീകരണം നോക്കാം. ഇറ്റ് വാസ് ആൻ ഈവനിങ് ആഫ്റ്റർ എ ഹെവി റെയിൻ. ഹെവി റെയിൻ, കനത്ത മഴയ്ക്ക് ശേഷമുള്ള ഒരു വൈകുന്നേരമായിരുന്നു അത്. ഹെവി റെയിൻ എന്ന് പറഞ്ഞാൽ കനത്ത മഴ എന്നാണ് അർത്ഥം. ഈവനിങ് എന്ന് പറഞ്ഞാൽ വൈകുന്നേരം എന്നാണ് അർത്ഥം. ഗ്രാൻഡ് ഫാദർ വാസ് പിക്കിംഗ് ഫ്ലവേഴ്സ് ഫ്രം ദ ജാസ്മിൻ ബുഷ് അണ്ടർ ദ സാൻഡൽവുഡ് ട്രീ. ഗ്രാൻഡ് ഫാദർ ജാസ്മിൻ ബുഷിൽ നിന്നും പൂക്കൾ പറിക്കുകയായിരുന്നു. ആ ജാസ്മിൻ ബുഷ് ഒരു സാൻഡൽവുഡ് ട്രീയുടെ അടിയിലായിരുന്നു. പിക്ക് എന്ന വെർബിന്റെ അർത്ഥം പറിച്ചെടുക്കുക എന്നാണ്. ഫ്ലവേഴ്സ് എന്ന് പറഞ്ഞാൽ പൂക്കൾ, ജാസ്മിൻ എന്ന് പറഞ്ഞാൽ മുല്ല, ബുഷ് എന്ന് പറഞ്ഞാൽ കുറ്റി ചെടി, സാൻഡൽവുഡ് എന്ന് പറഞ്ഞാൽ ചന്ദനം, സാൻഡൽവുഡ് ട്രീ എന്ന് പറഞ്ഞാൽ ചന്ദനമരം. ഇവിടെ രാജയുടെ ഗ്രാൻഡ് ഫാദർ ചന്ദന മരത്തിന്റെ അടിയിലുള്ള ജാസ്മിൻ ബുഷിൽ നിന്നും പൂക്കൾ പറിക്കുകയായിരുന്നു. The leaves of the tree were full of raindrops. Leaves എന്ന് പറഞ്ഞാൽ ഇലകൾ, raindrops എന്ന് പറഞ്ഞാൽ മഴത്തുള്ളികൾ. അപ്പൊ ഈ സാൻഡൽവുഡ് ട്രീ അല്ലെങ്കിൽ ചന്ദന മരത്തിന്റെ ഇലകളെല്ലാം റെയിൻഡ്രോപ്സ് കൊണ്ട് നിറഞ്ഞവയായിരുന്നു. I knew I could make rain if I shook the tree, and grandfather and I would get a good shower. ഇവിടെ രാജ പറയുന്നത്, ഞാൻ ആ ചന്ദനമരം ഒന്ന് നന്നായി കുലുക്കാമെന്നുണ്ടെങ്കിൽ എനിക്ക് ഒരു മഴ പെയ്ക്കാമെന്നും ഗ്രാൻഡ് ഫാദറും ഞാനും ആ മഴയിൽ നനഞ്ഞു കുളിക്കുമെന്നും അദ്ദേഹത്തിന് അറിയാമായിരുന്നു എന്നാണ് രാജ ഇവിടെ പറയുന്നത്. ഇവിടെ ന്യൂ എന്നത് നോ എന്ന വെർബിന്റെ പാസ്റ്റ് ടെൻസ് ആണ്. ഷുക്ക് എന്നുള്ളത് ഷെയ്ക്ക് എന്ന വെർബിന്റെ പാസ്റ്റ് ടെൻസ് ആണ്. ഷെയ്ക്ക് എന്ന് പറഞ്ഞാൽ കുലുക്കുക. I liked bathing in the rain. എനിക്ക് മഴയത്ത് കുളിക്കാൻ ഇഷ്ടമായിരുന്നു. ഇവിടെ ഐ എന്ന് പറയുന്നത് രാജയാണ്. രാജയ്ക്ക് മഴയത്ത് കുളിക്കാൻ ഇഷ്ടമായിരുന്നു. ബട്ട് ഹി മൈറ്റ് നോട്ട് ലൈക്ക് ഇറ്റ്. ഇവിടെ ഹി എന്ന് പറയുന്നത് ഗ്രാൻഡ് ഫാദർ ആണ്. രാജ പറയുന്ന ഗ്രാൻഡ് ഫാദറിന് ഒരുപക്ഷെ മഴയത്ത് കുളിക്കാൻ ഇഷ്ടമില്ലായിരിക്കാം. ബട്ട് ഇറ്റ് വുഡ് ബി ഗ്രേറ്റ് ഫൺ. എന്തായാലും അത് നല്ല രസമായിരിക്കും എന്നാണ് രാജ പറയുന്നത്. ഇനി നമുക്ക് അടുത്ത പാരഗ്രാഫ് നോക്കാം. അത് ഞാനൊന്ന് ആദ്യം ഒന്ന് വായിക്കാം. So I quietly went near the sandalwood tree and shook it with all my strength. There was a heavy shower and both grandfather and I were soaked. I loved it, but grandfather did not. He turned to me with an angry look. I was sure he would catch me and beat me, so I ran. He ran after me. I ran fast, but he ran faster. He had almost caught me when he stumbled and fell. I ran away to the paddy fields. ഇനി മലയാളം വിശദീകരണം ഒന്ന് നോക്കാം. So I quietly went near the sandalwood tree. അങ്ങനെ രാജ നിശബ്ദനായി സാൻഡൽവുഡ് ട്രീയുടെ അടുത്തേക്ക് ചെന്നു. ക്വയറ്റ്ലി എന്ന് പറഞ്ഞാൽ നിശബ്ദമായി എന്നാണ് അർത്ഥം. വെന്റ് എന്ന് ഉള്ളത് ഗോ എന്ന വെർബിന്റെ പാസ്റ്റ് ടെൻസ് ആണ് വെന്റ്. സാൻഡൽവുഡ് ട്രീ നമ്മൾ ഓൾറെഡി കണ്ടു, ചന്ദനമരം. And shook it with all my strength.
സർവശക്തി ഉപയോഗിച്ചിട്ട് രാജ ആ സാൻഡൽവുഡ് ട്രീ കുലുക്കി. ഷുക്ക് എന്നുള്ളത് ഷെയ്ക്ക് എന്ന വെർബിന്റെ പാസ്റ്റ് ടെൻസ് ആണ്. There was a heavy shower. അവിടെ എന്തുണ്ടായി? ഒരു കനത്ത ചാറ്റൽ മഴ തന്നെ ഉണ്ടായി. Both grandfather and I were soaked. രണ്ടുപേരും, അതായത് ഗ്രാൻഡ്ഫാദറും രാജയും ഈ കനത്ത ഹെവി ഷവറിൽ നനയപ്പെട്ടു. സോക്ക് എന്നുള്ളത് നനഞ്ഞു കുതിരുന്നതിനാണ് ഈ സോക്ക് എന്ന് പറയുന്നത്. സോക്ഡ് എന്ന് പറയുന്നത് സോക്കിന്റെ പാസ്റ്റ് ടെൻസ് ആണ്. ഐ ലവ്ഡ് ഇറ്റ്. ആർക്കാണ് ഇത് വളരെ ഇഷ്ടമായത്? രാജയ്ക്ക്. ബട്ട് ഗ്രാൻഡ്ഫാദർ ഡിഡ് നോട്ട്. പക്ഷേ ഗ്രാൻഡ്ഫാദറിന് അത് ഇഷ്ടമായില്ല. ഹി ടേൺ ടു മീ വിത്ത് ആൻ ആംഗ്രി ലുക്ക്. അപ്പൊ ഗ്രാൻഡ്ഫാദർ രാജയുടെ നേരെ ഒരു ദേഷ്യഭാവത്തിലേക്ക് തിരിഞ്ഞു. അതാണ് ഹി ടേൺ ടു മീ വിത്ത് ആൻ ആംഗ്രി ലുക്ക് എന്ന് പറയുന്നത്. വളരെ ദേഷ്യത്തിൽ രാജയ്ക്ക് നേരെ അദ്ദേഹം ഗ്രാൻഡ്ഫാദർ തിരിഞ്ഞു. ഐ വാസ് ഷുവർ ഹി വുഡ് ക്യാച്ച് മീ ആൻഡ് ബീറ്റ് മീ. രാജയ്ക്ക് ഉറപ്പായിരുന്നു. എന്തായിരുന്നു ഉറപ്പ്? ഗ്രാൻഡ്ഫാദർ അദ്ദേഹത്തെ പിടിച്ച് അടിക്കുമെന്ന്. സോ ഐ റാൻ. അതുകൊണ്ട് രാജ ഓടി. റൺ എന്നതിന്റെ പാസ്റ്റ് ടെൻസ് ആണ് ഇവിടെ റാൻ എന്ന് വന്നിരിക്കുന്നത്. ഹി റാൻ ആഫ്റ്റർ മീ. ഗ്രാൻഡ്ഫാദർ രാജയുടെ പുറകെ ഓടി. ഐ റാൻ ഫാസ്റ്റ്. രാജ വേഗത്തിലോടി. ബട്ട് ഹി റാൻ ഫാസ്റ്റർ. പക്ഷേ ഗ്രാൻഡ്ഫാദർ രാജയേക്കാളും വേഗത്തിലോടി. He had almost caught me when he stumbled and fell. Stumble എന്ന് പറഞ്ഞാൽ ഇടറി വീഴുന്നതിനാണ് സ്റ്റംബിൾ എന്ന് പറയുന്നത്. സ്റ്റംബിളിന്റെ പാസ്റ്റ് ടെൻസ് ആണ്. ഇനിയും fall എന്നതിന്റെ പാസ്റ്റ് ടെൻസ് ആണ് ഫെൽ. ഫെൽ എന്ന് പറഞ്ഞാൽ വീണു. ഇപ്പൊ ഏകദേശം രാജയെ പിടിക്കാറായപ്പോഴത്തേന് ഗ്രാൻഡ്ഫാദർ കാലിടറി വീണു. I ran away to the paddy fields. റൺ എന്നതിന്റെ പാസ്റ്റ് ടെൻസ് ആണ് റാൻ. റൺഅവേയുടെ പാസ്റ്റ് ടെൻസ് ആണ് റാൻഅവേ. ഓടിപ്പോവുക എന്നാണ് അതിന്റെ അർത്ഥം. റാൻഅവേ എന്ന് പറഞ്ഞാൽ ഓടിപ്പോയി. ഐ റാൻഅവേ ടു ദ പാഡി ഫീൽഡ്സ്. നെൽവയലുകളിലേക്ക് രാജ ഓടിപ്പോയി. ഈ പിക്ചർ നമ്മൾ ശ്രദ്ധിച്ചാൽ നമുക്കവിടെ സാൻഡൽവുഡ് ട്രീയെ പിടിച്ചുകൊണ്ടിരിക്കുന്ന രാജയെ കാണാം. പിന്നെ നമുക്ക് ഗ്രാൻഡ്ഫാദറിനെ കാണാം. പിന്നെ സാൻഡൽവുഡ് ട്രീയുടെ താഴെ ജാസ്മിൻ ബുഷ് കാണാം. രാജ അവിടെ ഷവർ മേക്ക് ചെയ്യുവാണ്. സാൻഡൽവുഡ് ട്രീയിൽ നന്നായി അദ്ദേഹത്തിന്റെ മുഴുവൻ ശക്തി ഉപയോഗിച്ച് കുലുക്കി മഴ പെയ്യ്ക്കുന്നതാണ് നമുക്കവിടെ ഈ പിക്ചറിലൂടെ കാണാൻ പറ്റുന്നത്. ഇനി ഇതുവരെ പഠിച്ച ഇതിനകത്തുനിന്നും നമുക്ക് ക്വസ്റ്റ്യൻസ് ആൻഡ് ആൻസേഴ്സ് നോക്കാം. 6th ക്വസ്റ്റ്യൻ, ഹൂ ഡു യു ലൈക്ക് ടു പ്ലേ വിത്ത് അറ്റ് ഹോം? നിങ്ങൾ വീട്ടിൽ ആരോടൊപ്പം കളിക്കാനാണ് നിങ്ങൾക്കിഷ്ടം? അവിടെ നിങ്ങളുടെ എക്സ്പീരിയൻസിലുള്ള ഉത്തരമാണ് എഴുതേണ്ടത്. നിങ്ങളുടെ ഒപ്പീനിയൻ എന്താണോ അത് എഴുതുക. ഇവിടെ ഞാനൊരു സാമ്പിൾ ആൻസർ കൊടുത്തിട്ടുണ്ട്. ഐ ലൈക്ക് ടു പ്ലേ വിത്ത് മൈ സിബ്ലിങ്സ് അറ്റ് ഹോം. എനിക്ക് സഹോദരങ്ങളോടൊപ്പം വീട്ടിൽ കളിക്കാനാണ് ഇഷ്ടം എന്ന് എഴുതിയിട്ടുണ്ട്. ഇപ്പം നിങ്ങൾ ഗ്രാൻഡ്ഫാദറിനോടൊപ്പം ആണെങ്കിൽ അത് എഴുതണം. ഗ്രാൻഡ് മദറിനോടൊപ്പം ആണെങ്കിൽ അത് എഴുതാം. പിന്നെ ബ്രദറിനോടൊപ്പം ആണെങ്കിൽ അത് എഴുതാം. സിസ്റ്റേഴ്സിനോടൊപ്പമാണെങ്കിൽ അത് എഴുതാം. ഫാദറിനൊപ്പം ആണെങ്കിൽ അത് എഴുതാം. മദറിനൊപ്പം ആണെങ്കിൽ അത് എഴുതാം. അത് നിങ്ങളുടെ ചോയ്സ് ആണ്. നിങ്ങൾ ആരോടൊപ്പമാണ് വീട്ടിൽ കളിക്കുന്നത് അത് നിങ്ങൾ എഴുതുക അവിടെ. ഇനി 7th ക്വസ്റ്റ്യൻ, വാട്ട് വാസ് ദ റിയാക്ഷൻ ഓഫ് ദ ഗ്രാൻഡ്ഫാദർ വെൻ ഹി വാസ് സോക്ഡ് ഇൻ ദ ഷവർ? ഗ്രാൻഡ്ഫാദർ ആ ഷവറിൽ നനയപ്പെട്ടപ്പോൾ ഗ്രാൻഡ്ഫാദറിന്റെ റിയാക്ഷൻ എന്തായിരുന്നു? ഗ്രാൻഡ്ഫാദറിന്റെ റിയാക്ഷൻ? അദ്ദേഹത്തിന് ദേഷ്യം വന്നു അല്ലേ? അപ്പൊ നമ്മൾ അതിന്റെ ആൻസർ എഴുതുന്നത് when grandfather was soaked in the shower he became angry. ഗ്രാൻഡ്ഫാദർ ഷവറിൽ നനയപ്പെട്ടപ്പോൾ അദ്ദേഹത്തിന് ദേഷ്യം വന്നു. I ran away to the paddy fields and hid myself there. I heard grandfather shout that he would teach me a lesson when I came back home. അപ്പൊ ഈ പാഡി ഫീൽഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
നെൽവയലുകളാണ് എന്നാണ് അതിൻ്റെ അർത്ഥം. ഹിഡ് എന്നുള്ളത് ഹൈഡിന്റെ പാസ്റ്റ് ടെൻസ് ആണ്. രാജ ഓടി പാഡി ഫീൽഡ്സിലേക്ക് പോയി അവിടെ പാത്തിരുന്നു. I heard grandfather shout that he would teach me a lesson when I came back home. ഇവിടെ ഹിയർ എന്നതിന്റെ പാസ്റ്റ് ടെൻസ് ആണ് ഹേർഡ്. കം എന്ന വെർബിന്റെ പാസ്റ്റ് ടെൻസ് ആണ് കെയിം. I heard grandfather shout. രാജ കേട്ടു. എന്ത് കേട്ടു? ഗ്രാൻഡ്ഫാദർ ഉച്ചത്തിൽ പറയുന്നത് രാജ കേട്ടു. That he would teach me a lesson. ഗ്രാൻഡ്ഫാദർ രാജയെ ഒരു പാഠം പഠിപ്പിക്കും. When രാജ came back home. രാജ വീട്ടിൽ തിരിച്ചെത്തുമ്പോൾ രാജയെ ഒരു പാഠം പഠിപ്പിക്കുന്ന ഗ്രാൻഡ്ഫാദർ പറയുന്നത് രാജ കേട്ടു. I did not want to go home because I feared grandfather would beat me. I stayed on in the fields. It was getting dark. I was afraid to stay there alone in the darkness. I remembered all the ghost stories I had heard. I stood up, looked around, and then ran towards home. I did not want to go home. എനിക്ക് വീട്ടിൽ പോകണ്ട. Because I feared grandfather would beat me. ഫിയർ എന്നതിന്റെ പാസ്റ്റ് ടെൻസ് ആണ് ഫിയർഡ്. രാജയ്ക്ക് എന്തുകൊണ്ടാണ് വീട്ടിൽ പോകണ്ടാത്തത്? രാജയ്ക്ക് പേടിയായിരുന്നു. എന്തായിരുന്നു പേടി? ഗ്രാൻഡ്ഫാദർ വുഡ് ബീറ്റ് ഹിം. ഗ്രാൻഡ്ഫാദർ അവനെ അടിക്കുമെന്ന് രാജയ്ക്ക് പേടി. അതുകൊണ്ട് രാജയ്ക്ക് വീട്ടിലോട്ട് പോകണ്ടായിരുന്നു. ഐ സ്റ്റേഡ് ഓൺ ഇൻ ദ ഫീൽഡ്സ്. സ്റ്റേ എന്ന് പറഞ്ഞാൽ തങ്ങുക എന്നാണ് അർത്ഥം. അതിന്റെ പാസ്റ്റ് ടെൻസ് ആണ് സ്റ്റേഡ്. ഐ സ്റ്റേഡ് ഓൺ ഇൻ ദ ഫീൽഡ്സ്. രാജ ഇപ്പം ആ പാടത്ത് തങ്ങി. ഇറ്റ് വാസ് ഗെറ്റിംഗ് ഡാർക്ക്. നേരം ഇരുട്ടുമായിരുന്നു. ഐ വാസ് അഫ്രൈഡ് ടു സ്റ്റേ ദെയർ അലോൺ ഇൻ ദ ഡാർക്ക്നെസ്. രാജയ്ക്ക് ഒറ്റയ്ക്കായി ഇരുട്ടത്ത് അവിടെ ആ പാടത്ത് ഇരിക്കുവാൻ അല്ലെ അവിടെ തങ്ങുവാൻ രാജയ്ക്ക് പേടിയായിരുന്നു. ഐ റിമെമ്പേർഡ് ഓൾ ദ ഗോസ്റ്റ് സ്റ്റോറീസ്. റിമെമ്പറിന്റെ പാസ്റ്റ് ടെൻസ് ആണ് റിമെമ്പേർഡ്. ഗോസ്റ്റ് എന്ന് പറഞ്ഞാൽ പ്രേതം. സ്റ്റോറീസ് കഥകൾ, പ്രേത കഥകൾ. രാജയ്ക്ക് എന്തെല്ലാം ഓർമ്മ വന്നു? രാജ നേരത്തെ കേട്ടിട്ടുള്ള ഗോസ്റ്റ് സ്റ്റോറീസ്, പ്രേത കഥകളെല്ലാം രാജയ്ക്ക് ഇപ്പോൾ ഓർമ്മ വന്നു. ഐ സ്റ്റുഡ് അപ്പ്. സ്റ്റാൻഡിന്റെ പാസ്റ്റ് ടെൻസ് ആണ് സ്റ്റുഡ്. സ്റ്റുഡ് അപ്പ് എന്ന് പറഞ്ഞാൽ എഴുന്നേൽക്കുക. ഐ സ്റ്റുഡ് അപ്പ്, എഴുന്നേറ്റു. ലുക്ക്ഡ് അറൗണ്ട്, ചുറ്റും നോക്കി. ആൻഡ് ദെൻ റാൻ ടുവേർഡ്സ് ഹോം, എന്നിട്ട് വീട്ടിലേക്ക് ഓടി. I was still afraid to face grandfather, so I did not go inside the house. I went to the cowshed and took shelter in the loft. From there I could see grandfather sitting on the veranda saying his prayers. I was still afraid to face grandfather. രാജയ്ക്ക് ഇപ്പോഴും പേടിയായിരുന്നു ഗ്രാൻഡ്ഫാദറിനെ ഫേസ് ചെയ്യാൻ. So I did not go inside the house. അതുകൊണ്ട് രാജ വീടിനകത്തേക്ക് പോയില്ല. ഐ വെന്റ് ടു ദ കൗഷെഡ്. രാജ നേരെ എവിടേക്ക് പോയി? കൗഷെഡിലേക്ക് പോയി. കൗഷെഡ് എന്ന് പറഞ്ഞാൽ എന്താ? പശുത്തൊഴുത്ത്. പശുത്തൊഴുത്തിലേക്ക് പോയി. ആൻഡ് ടുക്ക് ഷെൽട്ടർ ഇൻ ദ ലോഫ്റ്റ്. എന്നിട്ട് എവിടെ അഭയം പ്രാപിച്ചത്? ലോഫ്റ്റില്. ലോഫ്റ്റ് എന്ന് പറഞ്ഞാൽ മേലറ, മുകളിലത്തെ മുറി, തട്ടിൻപുറത്തുള്ള മുറി എന്നിങ്ങനെയാണ് അർത്ഥം. രാജ നേരെ കൗഷെഡിലേക്ക് പോയി അവിടെയുള്ള ലോഫ്റ്റിൽ അഭയം പ്രാപിച്ചു. From there I could see grandfather sitting on the veranda. From there രാജ could see grandfather. അവിടെ നിന്നും ആ കൗഷെഡിന്റെ ലോഫ്റ്റിൽ ഇരുന്നുകൊണ്ട് രാജയ്ക്ക് ഗ്രാൻഡ്ഫാദറിനെ കാണാം. ഗ്രാൻഡ്ഫാദർ എന്ത് കൊടുക്കുക? സിറ്റിംഗ് ഓൺ ദ വറാന്ത. അവരുടെ വീടിന്റെ വരാന്തയിൽ ഇരുന്ന് സേയിങ് ഹിസ് പ്രേയേഴ്സ്, പ്രാർത്ഥന ചൊല്ലുവാണ്. അവരുടെ വീടിന്റെ വരാന്തയിൽ ഇരുന്ന് പ്രാർത്ഥിക്കുകയാണ്. അത് രാജയ്ക്ക് കൗഷെഡിന്റെ ലോഫ്റ്റ് ഇരുന്ന് കാണാം. ഇനി നമുക്ക് ക്വസ്റ്റ്യൻ ആൻസർ നോക്കാം. 8th question. Why did Raja select the loft in the cowshed as his hiding place? എന്തുകൊണ്ടാണ് രാജ കൗഷെഡിലെ ലോഫ്റ്റ് ഹൈഡിംഗ് പ്ലേസ് ആയി സെലക്ട് ചെയ്തത്? എന്തുകൊണ്ടാണ്? Raja was afraid to stay alone in the fields as it was getting dark. He remembered all the ghost stories he had heard before. At the same time,
He did not want to go inside the house because he was afraid of facing his grandfather, thinking grandfather would beat him. That's why Raja selected the loft in the cowshed as his hiding place. Raja was afraid to stay alone in the fields. രാജയ്ക്ക് ഒറ്റയ്ക്ക് ആ ഫീൽഡിൽ ഇരിക്കാൻ പേടിയായിരുന്നു. കാരണം എന്താ? as it was getting dark. കാരണം നേരെ ഇരുട്ടുമായിരുന്നു. He remembered. റിമെമ്പറിന്റെ പാസ്റ്റ് ടെൻസ് ആണ് റിമെമ്പേർഡ്. ഓർക്കുക എന്നാണ് അതിനർത്ഥം. റിമെമ്പേർഡ് എന്ന് പറഞ്ഞാൽ ഓർത്തു. He remembered all the ghost stories. എല്ലാ പ്രേതകഥകളും അദ്ദേഹം ഓർത്തു. He had heard before. നേരത്തെ കേട്ടിട്ടുള്ള എല്ലാ പ്രേതകഥകളും അദ്ദേഹം ഓർത്തു. അപ്പൊ അദ്ദേഹത്തിന് പേടിയായി അവിടെ ഒറ്റയ്ക്ക് ആ ഫീൽഡ്സിൽ ഇരിക്കാൻ. അറ്റ് ദ സെയിം ടൈം, അതേസമയം he did not want to go inside the house. വീട്ടിനകത്തേക്കും അദ്ദേഹത്തിന് പോകണ്ട. അതിന് കാരണം എന്താ? ബിക്കോസ് he was afraid of facing his grandfather. അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ ഗ്രാൻഡ് ഫാദറിനെ ഫേസ് ചെയ്യാൻ പേടിയാണ്. എന്തുകൊണ്ട്? തിങ്കിങ് ഗ്രാൻഡ് ഫാദർ വുഡ് ബീറ്റ് ഹിം. അദ്ദേഹം ചിന്തിക്കുകയാണ് ഗ്രാൻഡ് ഫാദർ അവനെ അടിക്കുമെന്ന് ചിന്തിച്ചുകൊണ്ട് വീടിനകത്തേക്ക് പോകാനും പേടിയാണ്. ദാറ്റ്സ് വൈ, അതുകൊണ്ടാണ് രാജ സെലക്ടഡ് ദ ലോഫ്റ്റ് ഇൻ ദ കൗഷെഡ് ആസ് ഹിസ് ഹൈഡിംഗ് പ്ലേസ്. അതുകൊണ്ടാണ് രാജ കൗഷെഡിന്റെ ലോഫ്റ്റ് ഹൈഡിംഗ് പ്ലേസ് ആയി സെലക്ട് ചെയ്തത്. Grandmother was waiting for me. When I didn't turn up, she looked for me everywhere in the house. Then she came out and called aloud for me, thinking that I was somewhere in the garden. She did not get any answer. Then she went to grandfather and asked him where I was. You look for him in the house, grandfather said. He is hiding somewhere. മലയാള വിശദീകരണം നോക്കാം. ഗ്രാൻഡ് വാസ് വെയിറ്റിംഗ് ഫോർ മീ. ഗ്രാൻഡ് വാസ് വെയിറ്റിംഗ് ഫോർ രാജ. ഗ്രാൻഡ് രാജയുടെ മുത്തച്ഛി രാജയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു. വെൻ ഐ ഡിഡ്ന്റ് ടേൺ അപ്പ്, ഷീ ലുക്ക്ഡ് ഫോർ മീ എവരിവെയർ ഇൻ ദ ഹൗസ്. വെൻ രാജ ഡിഡ്ന്റ് ടേൺ അപ്പ്, രാജ വരാഞ്ഞപ്പോൾ ഷീ ലുക്ക്ഡ് ഫോർ ഹിം എവരിവെയർ ഇൻ ദ ഹൗസ്. അതായത് ഷീ ലുക്ക്ഡ് ഫോർ മീ എവരിവെയർ ഇൻ ദ ഹൗസ്. അതായത് രാജ വരാതിരുന്നപ്പം മുത്തച്ഛി വീട്ടിലെല്ലായിടത്തും നോക്കി രാജയെ. ദെൻ ഷീ കെയിം ഔട്ട്. എന്നിട്ട് മുത്തച്ഛി പുറത്തു വന്നു. ആൻഡ് കോൾഡ് അലൗഡ് ഫോർ മീ. എന്നിട്ട് ഉച്ചത്തിൽ രാജ രാജ എന്ന് വിളിക്കാൻ തുടങ്ങി. തിങ്കിങ് ദാറ്റ് ഐ വാസ് സംവെയർ ഇൻ ദ ഗാർഡൻ. ഇപ്പൊ മുത്തച്ഛി എന്തോ ചിന്തിച്ചത്? രാജ ആ തോട്ടത്തിൽ എവിടെയോ ഉണ്ടെന്ന് വിചാരിച്ചിട്ട് ഉച്ചത്തിൽ വിളിക്കാൻ തുടങ്ങി. ഷീ ഡിഡിൻ ഗെറ്റ് എനി ആൻസർ. പക്ഷെ മുത്തച്ഛിക്ക് ഒരു ആൻസറും കിട്ടിയില്ല. മുത്തച്ഛിക്ക് രാജയുടെ സൈഡിൽ നിന്ന് ഒരു റെസ്പോൺസും കിട്ടിയില്ല. കാരണം രാജ ഒളിച്ചിരിക്കുകയാണ്. ദെൻ ഷീ വെൻ ടു ഗ്രാൻഡ് ഫാദർ. എന്നിട്ട് മുത്തച്ഛി എവിടെ പോയി? ഗ്രാൻഡ് ഫാദറിന്റെ അടുത്തോട്ട് പോയി. എന്നിട്ട് ആസ്ക്ഡ് ഹിം. എന്നിട്ട് മുത്തച്ഛനോട് ചോദിച്ചു വേർ ഐ വാസ്. രാജ എന്ത് ചെയ്യാൻ ചോദിച്ചു. യു ലുക്ക് ഫോർ ഹിം ഇൻ ദ ഹൗസ്, ഗ്രാൻഡ് ഫാദർ സെഡ്. അപ്പൊ ഗ്രാൻഡ് ഫാദർ എന്ത് പറഞ്ഞു? മുത്തച്ഛൻ പറഞ്ഞു, മുത്തച്ഛിയോട് പറഞ്ഞു, നീ യു ലുക്ക് ഫോർ ഹിം ഇൻ ദ ഹൗസ്, വീട്ടിലൊക്കെ നോക്കാൻ പറഞ്ഞു. ഹീസ് ഹൈഡിങ് സംവെയർ. അവൻ എവിടെയോ ഒളിച്ചിരിക്കുകയാണെന്ന് മുത്തച്ഛൻ മുത്തച്ഛിയോട് പറഞ്ഞു. ഹീസ് നോട്ട് ഇൻ ദ ഹൗസ്, ഗ്രാൻഡ് മദർ സെഡ്. ഐ ലുക്ക്ഡ് ഫോർ ഹിം എവരിവെയർ. അപ്പം ഗ്രാൻഡ് മദർ പറയുകയാണ്, മുത്തച്ഛി മുത്തച്ഛനോട് പറയുകയാണ്, രാജ വീട്ടിലില്ല. ഐ ലുക്ക്ഡ് ഫോർ ഹിം എവരിവെയർ. ഞാൻ എല്ലായിടത്തും അവനെ നോക്കി, പക്ഷെ അവൻ വീട്ടിലെങ്ങും ഇല്ല എന്ന് മുത്തച്ഛനോട് മുത്തച്ഛി പറയുകയാണ്. ഈ പിക്ചറിൽ നമുക്ക് രാജ ഓടുന്നതും രാജയുടെ പുറകെ ഗ്രാൻഡ് ഫാദർ ഓടുന്നതും കാണാം. ഇനി നമുക്ക് ക്വസ്റ്റ്യൻ ആൻഡ് ആൻസർ ഡിസ്കസ് ചെയ്യാം. 9th question. Grandmother was extremely worried when she knew that Raja was missing. Pick out the sentences from the passage which convey this idea. Grandmother was extremely worried. വറി എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം വിഷമിക്കുക, ആകുലതപ്പെടുക എന്നാണ്. ഇവിടെ ഗ്രാൻഡ് മദർ
വളരെയധികം ആകുലതപ്പെട്ടു. When she knew that Raja was missing. ഗ്രാൻഡ് രാജ മിസ്സിംഗ് ആണെന്ന് അറിഞ്ഞപ്പോൾ അവർക്ക് വളരെയധികം വിഷമമുണ്ടായി. ആകുലതപ്പെട്ടു. Pick out the sentences from the passage which convey this idea. ഈ ഐഡിയ അറിയിക്കുന്ന സെന്റൻസസ് ഈ പാസേജിൽ നിന്നും എടുത്തെഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. The following sentences show grandmother's worry. ഈ താഴെ പറഞ്ഞിരിക്കുന്ന സെന്റൻസുകളാണ് ഗ്രാൻഡ് ആകുലതയെ കാണിക്കുന്നത്. ഒന്നാമത്തെ സെന്റൻസ്, ഗ്രാൻഡ് വാസ് വെയിറ്റിംഗ് ഫോർ മീ. ഗ്രാൻഡ് രാജയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു. When I didn't turn up, she looked for me everywhere in the house. രാജ വരാഞ്ഞപ്പം ഗ്രാൻഡ് വീട്ടിലെല്ലായിടത്തും നോക്കി, എവിടെയാണ് രാജ എന്ന് കണ്ടുപിടിക്കുന്നതിന് വേണ്ടി, അല്ലെ രാജ എവിടെയെന്ന് അറിയാൻ വേണ്ടി. Then she came out and called aloud for me. എന്നിട്ട് വീടിന്റെ പുറത്ത് വന്നിട്ട് ഉച്ചത്തിൽ വിളിച്ചു, അല്ലേ, രാജ എന്ന് ഉറക്കെ വിളിച്ചു. Thinking that I was somewhere in the garden. എന്ത് ചിന്തിച്ചോണ്ടാ? രാജ ഗാർഡനിൽ, ആ തോട്ടത്തിൽ എവിടെയെങ്കിലും ഉണ്ടാകുമെന്ന് വിചാരിച്ചോണ്ട് ഉറക്കെ വിളിച്ചു. Then she went to grandfather. എന്നിട്ട് ഗ്രാൻഡ്ഫാദറിന്റെ അടുത്ത് പോയി and asked him. ഗ്രാൻഡ്ഫാദറിനോട് ചോദിച്ചു where I was. രാജ എന്തെന്ന് ചോദിച്ചു. ഈ 4 സെന്റൻസുകളും ഗ്രാൻഡ്മദർ എക്സ്ട്രീംലി വറീഡ് ആണെന്ന് കാണിക്കുന്ന സെന്റൻസുകളാണ്. ഇതോടുകൂടി ഈ ഒരു പാർട്ട് ഇവിടെ തീരുകയാണ്. ഇനിയും ഈ പാഠത്തിന്റെ ബാക്കി ഭാഗങ്ങൾ അടുത്ത പാർട്ടിൽ നമ്മൾ ഡിസ്കസ് ചെയ്യും. അടുത്ത പാർട്ട് കാണുന്നതിന് മുമ്പ് ഇതുവരെയുള്ള എല്ലാ പാർട്ടും, ആദ്യത്തെ പാർട്ടും പാർട്ട് 1ഉം ഈ പാർട്ട് 2ഉം നന്നായി കേട്ട്, നന്നായി മനസ്സിലാക്കി, നന്നായി പഠിച്ച് പാർട്ട് 3 കാണുക. നിങ്ങൾക്ക് എന്തെങ്കിലും മനസ്സിലായില്ലെങ്കിൽ വീണ്ടും ഈ വീഡിയോ കാണുക. അന്നേരം നിങ്ങൾക്ക് മനസ്സിലാവും. നിങ്ങൾക്ക് ഈ വീഡിയോ പ്രയോജനകരമായെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്കൂടെ ഷെയർ ചെയ്തു കൊടുക്കുക. അതോടൊപ്പം SNE വ്ലോഗ്സ് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അവിടെ ഒരു ബെല്ലൈക്കൺ ഉണ്ട്, അതും കൂടെ ക്ലിക്ക് ചെയ്യുക. അങ്ങനെ ക്ലിക്ക് ചെയ്യുമ്പോൾ ഞാൻ പുതിയ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടും. പിന്നെ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ് SNE വ്ലോഗ്സ്.